പ്രിയപ്പെട്ടവരെ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഹൈറിച്ചിൻ്റെ കേസിൽ വിധി വന്നിരിക്കുകയാണ്. തൃശ്ശൂർ 3rd അഡീഷണൽ സെഷൻ കോർട്ടാണ് വിധി പറഞ്ഞത്. ബെഡ്സ് കോടതി ഡെസിഗ്നേറ്റഡ് കോർട്ടാണ് വിധി പറഞ്ഞത്. രണ്ടാമതും ഹൈറിച്ചിൻ്റെ താൽക്കാലികമായി ജപ്തി ചെയ്ത ബെഡ്സ് അതോറിറ്റിയുടെ നടപടി കോടതി ശരിവെച്ചു, അബ്സല്യൂട്ടാക്കി. വിധി ജപ്തി പെർമനൻ്റ് ആക്കി. ഇനി ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളുടെയും സ്ഥാപക ജംഗമ വസ്തുക്കളുടെയും എല്ലാം ഉടമസ്ഥൻ ബെഡ്സ് അതോറിറ്റിയാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഈ വിധി കേരള ചരിത്രത്തിലെ, കേരള സാമ്പത്തിക തട്ടിപ്പുകളുടെ ചരിത്രത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആയേക്കാവുന്ന വിധിയാണ്. കാരണം അത്രയധികം വിപുലമായിട്ട് ഈ കമ്പനി നടത്തിയ തട്ടിപ്പുകളെ കുറിച്ചിട്ട് കോടതി അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഇത്രയും കാലം ഇവർ പറഞ്ഞിരുന്ന വരട്ടു ന്യായങ്ങൾക്കെല്ലാം കോടതി കടുത്ത ഭാഷയിൽ ഇതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിധി വായിച്ചപ്പോൾ ഈ ഒരു മണി ചെയിൻ തട്ടിപ്പിനെ, ഹൈറിച്ച് എന്ന മണി ചെയിൻ തട്ടിപ്പിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിൽ പങ്കാളിയായ ഒരു വിനീതൻ എന്ന നിലക്ക് ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ടായി. കാരണം ഞങ്ങളെല്ലാം ഇത്രയും കാലം പറഞ്ഞിരുന്ന കാര്യങ്ങൾ കോടതി അതേപടി ആവർത്തിച്ചു വെച്ചിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി ഒരുപാട് ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. ഇത്രയധികം നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും ഇങ്ങനെയുള്ള മണി ചെയിൻ തട്ടിപ്പുകളിൽ ചെന്നിട്ട്, ഇങ്ങനെയുള്ള ഇല്ലീഗൽ ഡെപ്പോസിറ്റ് ചെന്നിട്ട് ആളുകൾ കുടുങ്ങുകയാണ് എന്നുള്ള ആശങ്ക കോടതി പങ്കുവച്ചിട്ടുണ്ട്. ആദരണീയനായ ജഡ്ജി രതീഷ് കുമാർ സാറാണ് ഈ വിധി എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരുപാട് പ്രമാദമായ കേസുകളിൽ കേരളത്തിൽ വിധി പറഞ്ഞിട്ടുള്ള ആളാണ്. അട്ടപ്പാടിയിലെ മധു കൊലപാതകം അടക്കം ഒരുപാട് കേസുകൾ വിധി പറഞ്ഞിട്ടുള്ള വളരെ ആദരണീയനായ ഒരു ജഡ്ജാണ് അദ്ദേഹം. ഇതിനെക്കുറിച്ചിട്ട് ഈ തട്ടിപ്പിൻ്റെ നൂലിഴ കീറി പരിശോധിച്ചിട്ട് ഇതിൽ വിധി എഴുതിയിട്ടുണ്ട്. എനിക്ക് വിധി വായിച്ചിട്ട് ഇതുകൊണ്ട് ഇവർ ഹൈക്കോടതിയിൽ അപ്പീൽ പോയാൽ പോലും അവിടുന്ന് 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ എടുത്തെറിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്രയധികം ഇവരുടെ തട്ടിപ്പുകളെ അക്കമിട്ടിട്ട് നിരത്തിയിട്ടുണ്ട്. ഇവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതിയിൽ ഉന്നയിച്ചത് PA വത്സൻ സാറ് ഇതിൽ ഇൻവെസ്റ്റർ അല്ലാന്നോ, അദ്ദേഹത്തിന് പണം നഷ്ടമായിട്ടില്ല എന്നൊക്കെയാണ്. അതിന് കോടതി പറയുന്നത് അയാൾ ഇൻവെസ്റ്റർ ആണോ അല്ലേ എന്നതല്ല, അയാൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നതല്ല. കോമ്പറ്റന്റ് അതോറിറ്റിക്ക് ഒരാൾ ഇൻഫർമേഷൻ കൊടുത്താൽ അയാൾ ഇതിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലീഗൽ ഡെപ്പോസിറ്റ് ആണെങ്കിൽ നടപടിയെടുക്കാനുള്ള അധികാരം കോമ്പറ്റന്റ് അതോറിറ്റിക്ക് ഉണ്ട്. ഒരു പത്രപരസ്യം കണ്ടിട്ട് പോലും ഒരു സ്ഥാപനം ഇല്ലീഗൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കാമെന്ന് കോമ്പറ്റന്റ് അതോറിറ്റിക്ക് തോന്നിയാൽ കോമ്പറ്റന്റ് അതോറിറ്റിക്ക് നടപടിയെടുക്കാമെന്ന് കോടതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം, ഞങ്ങൾക്ക് ഫ്രീസ് ചെയ്യുന്നത് വരെ പൈസ കിട്ടിയിരുന്നു, ഞങ്ങൾക്ക് അത് കിട്ടിയിരുന്നു, ഞങ്ങൾക്ക് ഇത് കിട്ടിയിരുന്നു. ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് ഈ FIRകളെല്ലാം വന്നത്, അതുകൊണ്ട് ഇത് തട്ടിപ്പല്ല എന്നൊക്കെ ഇവരുടെ വാദം കോടതി അതേപോലെ പകർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം കോടതിയുടെ അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് പൈസ കിട്ടിയിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം ഇവർ ഈ വാങ്ങിക്കുന്നത് ഇല്ലീഗൽ ഡെപ്പോസിറ്റ് ആണോ അല്ലയോ, അതാണ് കോടതിയുടെ ചോദ്യം. അപ്പോൾ കോടതി പറയുന്നത് ഇല്ലീഗൽ ഡെപ്പോസിറ്റ് ആണ്, നിങ്ങൾക്ക് കനകക്കട്ട തന്നിരുന്നോ എന്നുള്ളതല്ല നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഇവർ വാങ്ങിക്കുന്നത് ഡെപ്പോസിറ്റ് ആണോ അത് ഇല്ലീഗൽ ആണോ എന്നുള്ളതാണ്, അൺഓതറൈസ്ഡ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് ആണോ എന്നുള്ളതാണ്. അങ്ങനെ ആ ചോദ്യത്തിൻ്റെയും കോടതി മുന്നിയോടിക്കുകയാണ്. ഇങ്ങനെ പിന്നെ ഈ ഒരു പ്രതാപൻ എന്ന ആളുടെ പൂർവ്വകാല ചരിത്രം എല്ലാം കോടതി കോട്ട് ചെയ്യുന്നുണ്ട് പോലീസിനെ ഉദ്ധരിച്ചിട്ട്. അതുപോലെ തന്നെ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടറെ ഉദ്ധരിച്ചിട്ട് കോട്ട് ചെയ്യുന്നത് ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നൊക്കെ കോടതി പറയുന്നുണ്ട്. പിന്നെ കോടതി ഒരുപാട് കാര്യങ്ങൾ വളരെ വിപുലമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയിൽ ആർക്കൊക്കെ പൈസ സ്വീകരിക്കാമെന്നും ഒക്കെ വളരെ വിപുലമായിട്ട് പറയുന്നുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയാണ് എന്നുള്ളതൊക്കെ കോടതി വിധിയിൽ പൊളിക്കുന്നുണ്ട്. ഇവരുടെ ബോണ്ട് ചൂണ്ടിക്കാണിച്ചാണ് ഇവരുടെ വാദങ്ങളുടെ എല്ലാം കോടതി ഓടിക്കുന്നത്. ഇവരിറക്കിയ വ്യാജ ബോണ്ട് ചൂണ്ടിക്കാണിച്ച് ആമസോണും ഫ്ലിപ്കാർട്ടൊന്നും ഇതുപോലെ ബോണ്ട് ഇറക്കിയിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചെടുക്കാൻ ഇരിക്കുന്നവരല്ല എന്നാണ് കോടതി പറയുന്നത്. കൂടാതെ ഇവരുടെ വിവിധ തട്ടിപ്പ് പദ്ധതികൾ, OTT, ക്രിപ്റ്റോ കറൻസി, ഇതെല്ലാം തന്നെ ആളുകളുടെ കയ്യിൽ നിന്ന് അനധികൃത നിക്ഷേപം സ്വീകരിക്കാനുള്ള മാർഗ്ഗത്തിന് വേണ്ടി ഇവരുണ്ടാക്കിയതാണെന്നും അതുകൊണ്ട് തന്നെ ഇത് ഓൺലൈൻ ഷോപ്പിയോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമോ ഒന്നും അല്ലാന്നും ഇതിനൊക്കെ മറവിൽ നടന്നത് അനധികൃത പണപ്പിരിവും അത് വെച്ചുള്ള മണി ചെയിനാണെന്ന് വളരെ കൃത്യമായിട്ട് കോടതി വിധിയിൽ എടുത്തു പറയുന്നുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു എൻ്റെയൊക്കെ വീഡിയോയുടെ അടിയിൽ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഗ്രൂപ്പ് ലീഡർമാരെല്ലാം പറഞ്ഞു നീ ജഡ്ജല്ലല്ലോ, അല്ലെങ്കിൽ മറ്റു പലരോടൊക്കെ ചോദിച്ചിരുന്നു നിങ്ങൾ ജഡ്ജല്ലല്ലോ, നിങ്ങളല്ലല്ലോ കോടതി എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ കോടതിയാണ് പറയുന്നത് ഈ ഒരു കേസിൻ്റെ മെറിറ്റ് ഇഴകീറി പരിശോധിച്ചതിന് ശേഷം കോടതിയാണ് ഇത് ഇല്ലീഗൽ ഡെപ്പോസിറ്റ് ആണെന്നും മണി ചെയിൻ തട്ടിപ്പാണെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറയുന്നതല്ല, കോടതി വിധി ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് വായിച്ചു നോക്കിയതിന് ശേഷം ആണ് ഞാൻ പറയുന്നത്. ഈ വിധിയിലുടനീളം ബഹുമാനപ്പെട്ട ജഡ്ജി പറയുന്നത് ഇത് മണി ചെയിൻ തട്ടിപ്പാണെന്നും ഇത് ഇല്ലീഗൽ ഡെപ്പോസിറ്റ് ആണെന്നും എന്നാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ജസ്റ്റിഫിക്കേഷനാണ് ഇതിൽ ഈ പൈസ പോയവരോട് പറയാനുള്ളത്? ഇതിൽ ജീവിത സമ്പാദ്യം മുഴുവൻ കൊണ്ടിട്ടവരോട് നിങ്ങൾ എന്താണ് ഇനി പറയുക? ഇവർക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇട്ട് ഒരുപാട് പേർക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അഭിലാഷൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള നടപടികളിലെ അഭിലാഷൊക്കെ ഇപ്പോഴും ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വിധി വെച്ചിട്ട് നിങ്ങൾ അപ്പീൽ പോയാൽ പോലും എനിക്ക് അവിടെ അത് കോടതി എടുക്കുമെന്ന് തോന്നില്ല. കാരണം ഒരാൾക്ക് ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു തട്ടിപ്പ് പരിപാടിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ വിധി. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പീൽ പോയാൽ പോലും കുറച്ചു കാലം നീട്ടിക്കൊണ്ടു പോകാമെന്നല്ലാതെ വേറെ ഒരു മാർഗ്ഗം വേറെ ഒന്നും സംഭവിക്കാനൊരു സാധ്യതയില്ല.
മറ്റൊരു കാര്യം, ഇവർ 2 ദിവസം പറഞ്ഞ് പിടിച്ചു നിന്നിരുന്നത്, അതായത് കോമ്പറ്റന്റ് അതോറിറ്റിയുടെ അപേക്ഷ കോടതി അംഗീകരിച്ചപ്പോൾ ഇവർ പറഞ്ഞ് പിടിച്ചു നിന്നിരുന്നത് ഞങ്ങളുടെ CMP അലോ ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് ഭയങ്കര തമാശയായിരുന്നു. അതായത് ഇവർ കൊടുത്ത CMP 21/11/2023, അതായത് ഏറ്റവും ആദ്യം ഫ്രീസ് ചെയ്ത ടെമ്പററി ഫ്രീസ് ചെയ്ത നടപടി, താൽക്കാലികമായി ജപ്തി ചെയ്ത നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ്. അത് ഇവർക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അതായത് ആ വിധി ഹൈക്കോർട്ട് തന്നെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കോഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ അതിനെ അസാധുവാക്കിയിട്ട് കോമ്പറ്റന്റ് അതോറിറ്റി വീണ്ടും 2024 6-ാം മാസത്തിൽ പുതിയ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. 6-ാം മാസത്തിലോ 5-ാം മാസത്തിലോ പുതിയ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ വിധി അസാധുവാണ്, പഴയ ഉത്തരവ് അസാധുവാണ്. അതായത് 21/11/2023 കോമ്പറ്റന്റ് അതോറിറ്റിയുടെ ഉത്തരവ് അസാധുവാക്കിയിട്ടാണ് കോമ്പറ്റന്റ് അതോറിറ്റി തന്നെയും 2024 5-ാം മാസത്തിലോ 6-ാം മാസത്തിലോ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇവരുടെ പ്രയർ, ഇവരുടെ CMPയിലെ പ്രയർ തങ്ങളുടെ 2023 21-ാം തീയതിയിലെ 11-ാം മാസത്തിലെ കോമ്പറ്റന്റ് അതോറിറ്റിയുടെ ഓർഡർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടായിരുന്നു. അത് ഇൻവാലിഡായ ഒരു ഓർഡറാണ്. അതുകൊണ്ട് കോടതി അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്, ഇലക്കുമുള്ളിലും കേടില്ലല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ വാലിഡായ വിധി ഇതിൽ 2024 രണ്ടാമത് കോടതി ബെഡ്സ് അതോറിറ്റി ഫ്രീസ് ചെയ്ത നടപടി പെർമനന്റ് ആക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അത് കോടതി അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻവാലിഡ് ആയ ഒരു കാര്യം വീണ്ടും ഇൻവാലിഡ് ആക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ പ്രയർ ഉണ്ടായിരുന്നത്. അത് കോടതി ഒരുപക്ഷെ ഇവരെ പരിഹസിക്കാൻ എന്ന മട്ടിൽ അനുവദിച്ച് വിട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, എനിക്കിതിൽ ഈ മുന്നോട്ടുള്ള നടപടികളിൽ കുറച്ച് പേരാണ് ഇപ്പോൾ ഈ കേസിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് ഈ പൈസ പോയ ഇരകളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട് അതിലുള്ള നമ്മുടെ അജിത് ഷാജി, അതുപോലെ തന്നെ റജു റാഫേൽ, ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. കാരണം ഇത് കോമ്പറ്റന്റ് അതോറിറ്റിയുടെ പ്രവർത്തനം, ഇതിൽ പൈസ നഷ്ടപ്പെട്ടു പോയ കുറച്ച് സാധാരണ ഇതിൽ പരാതി കൊടുത്തിരിക്കുന്ന 10-50 പേരുണ്ട്. അവർ വളരെ നിരാലംബരായ ആളുകളാണ്, അംഗപരിമിതരാണ്, പലരും രോഗികളാണ്, 30 ലക്ഷം 40 ലക്ഷമൊക്കെ പോയ ആളുകളുണ്ട്, സ്ത്രീകളാണ് പലരും, വീടുമൊക്കെ സ്ഥലം പണയം വെച്ചിട്ടാണ് പലരും ഇതിൽ പൈസ ഇട്ടിട്ടുള്ളത്. അങ്ങനെയുള്ളവർ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് ഇതിലൊരു FIR കിട്ടിയിരിക്കുന്നത്. ഒരുപാട് പേര് CMP ഒക്കെ ഫയൽ ചെയ്ത് കോടതി കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് പാലക്കാടുള്ള എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് കിട്ടിയിരിക്കുന്നത്. അവർക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള നടപടികളാണ് കോമ്പറ്റന്റ് അതോറിറ്റി കൈക്കൊള്ളുന്നത്. നിങ്ങൾ പിരിവെടുത്തിട്ട് ഈ ശ്രീനാ പ്രതാപിനെ പോലുള്ള തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് പൈസ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ ശ്രമിക്കുന്നത് ഈ ഒരു കോമ്പറ്റന്റ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ്. അത് ഈ പൈസ പോയിട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന പരാതി കൊടുത്തിട്ട് ഈ കോമ്പറ്റന്റ് അതോറിറ്റി പൈസ തരുമെന്ന് കരുതിയിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. എനിക്ക് ഈ മുന്നോട്ടുള്ള നടപടികളിലുള്ള ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത് അതാണ്. നിങ്ങൾ വീണ്ടും അപ്പീലുമായിട്ടും അതുപോലെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ ഒരു വിധി പ്രതീക്ഷിച്ച് കോമ്പറ്റന്റ് അതോറിറ്റി പൈസ തിരിച്ചു തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ വളരെ നിസ്സഹായരായ അംഗപരിമിതരായ ആളുകൾ പോലും ഉണ്ട്, വയ്യാത്ത ആളുകളുണ്ട്, രോഗികളുണ്ട്, അതുപോലെ വളരെ സാധാരണക്കാരായ വീട്ടമ്മമാരുണ്ട്, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആളുകളുണ്ട്, പെൻഷൻ കിട്ടിയ പൈസ ഇതിലിട്ട ആളുകളുണ്ട്, വൃദ്ധരായ ദമ്പതികളുണ്ട്. അങ്ങനെയുള്ള ആളുകളല്ലാണ്ട് അവർക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള കോമ്പറ്റന്റ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ തടസ്സപ്പെടുത്തരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ ഈ വിധി ആദ്യം വായിച്ചു. ഇതിൽ ടെക്നിക്കൽ എറർ അല്ല, കോടതി അത് വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ എറർ അല്ല ഇതിൽ നോക്കേണ്ടത്. ആത്യന്തികമായിട്ട് നീതി ലഭിക്കണം ഇതിലെ ഇരകൾക്ക്. അതിൽ കുത്തുമാറി, കോമ മാറി, ഫ്രഷ് പ്രൊസീഡിങ് മാറി, അത് റീഇഷ്യൂ ആയി എന്നൊന്നും ഉള്ളതൊന്നും ഒരു റീസൺ അല്ല എന്ന് കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഇതിന്റെ മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. ഈ അജിത് ഷാജി, റജു റാഫേലും ഈ ശ്രീനാ പ്രതാപനും അഭിലാഷും മറ്റേ അടിമാലി അഭിലാഷും ഒന്നും ഇതിൻ്റെ മെറിറ്റിനെ കുറിച്ചിട്ട്, ഈ വിധിയിലെ മെറിറ്റിനെ കുറിച്ചിട്ട് കമാന്നക്ഷരം പറയുന്നില്ല. ഇവരിപ്പോഴും പറയുന്നത് വത്സൻ സാറിൻ്റെ കേസിലാണ് ആദ്യത്തെ നടപടി എടുത്തത്. ഫ്രഷ് പ്രൊസീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി പറഞ്ഞപ്പോൾ അത് ഇവർ അതേ FIR മുകളിൽ തന്നെ റീഇഷ്യൂ ആണ് ചെയ്തത്. ടെക്നിക്കൽ എററാണ്, ഹൈപ്പർ ടെക്നിക്കാലിറ്റിയിലേക്കാണ് ഇവരെല്ലാവരും പോകുന്നത്. കോമ്പറ്റന്റ് അതോറിറ്റിയുടെ കയ്യിൽ വേറെ FIRകളില്ല. എൻ്റെ കയ്യിലുണ്ട് എത്രയോ FIRകൾ ബെഡ്സ് ആക്ട് ചുമത്തിയിട്ടുള്ള. മാത്രമല്ല കോടതി ഈ വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതിൽ പൈസ നഷ്ടപ്പെടണം എന്ന് പോലും നിർബന്ധമില്ല. കോമ്പറ്റന്റ് അതോറിറ്റിയുടെ അധികാരം വളരെ വിപുലമാണ്. ഒരാൾ, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യക്തി അനധികൃത ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ പോലും കോമ്പറ്റന്റ് അതോറിറ്റിക്ക് നടപടിയെടുക്കാമെന്ന് ഈ വിധിയിൽ ജഡ്ജി വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു വിധി കേരള ചരിത്രത്തിലെ സാമ്പത്തിക തട്ടിപ്പുകളുടെ ചരിത്രത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആയ വിധിയാണ്. ഒരുപാട് റഫറൻസുകൾ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു വിധിയാണ്. അത്രയധികം വിപുലമായൊരു വിധിയാണിത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിൽ പെട്ടുപോയ ആളുകളോട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇനിയും പൈസ പിരിച്ചു കൊടുത്തിട്ട് ഈ ഒരു തട്ടിപ്പുകാരെ, ഈ ഒരു ഗവൺമെൻറ് നടത്തുന്ന ഈ പൈസ നഷ്ടപ്പെട്ട് പരാതി കൊടുത്തവർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തരുത്. പ്രിയപ്പെട്ടവരെ, എന്തായാലും ഞാൻ ഇന്നലെ ഈ വിധി രാത്രി വളരെ നേരം വൈകിയാണ് മുഴുവൻ ഇരുന്ന് വായിച്ചത്. വളരെയധികം ആത്മസംതൃപ്തി ഉണ്ടായി. കാരണം ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നത് കോടതി അതേപോലെ പകർത്തി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആശങ്കകൾ ഇങ്ങനെ ആർക്കും വന്ന് മണിച്ചയും തട്ടിപ്പ് നടത്തിപ്പോകാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മുടെ സമൂഹം എന്നുള്ള നമ്മുടെ ആശങ്കകളെല്ലാം കോടതി അതേപോലെ പകർത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും വളരെയധികം ആത്മസംതൃപ്തി ഉണ്ട്. ഒരുപാട് ആളുകളുടെ പേരുകൾ ഓർക്കാതെ മുൻപോട്ട് പോകാൻ പറ്റില്ല. ഇതിൽ പരാതി കൊടുത്ത PA വത്സൻ സാറിൻ്റെ പരാതി ഇല്ലായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ പിന്നെയും ഇതിൽ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയിട്ട് ഇടുമായിരുന്നു. ഇത് 1-2 വർഷം കൂടെ കഴിഞ്ഞ് പൊളിഞ്ഞിരുന്നെങ്കിൽ
ഒരുപാട് ആളുകൾ ഇതിൽ പറ്റിക്കപ്പെടുമായിരുന്നു. 1,00,000-ന് മുകളിൽ ആളുകളൊക്കെ ഇതിൽ പറ്റിക്കപ്പെടുമായിരുന്നു. എന്തായാലും അത് ഈ ഒരു പരാതി കൊണ്ട് ഈ തട്ടിപ്പ് ഇവിടം വെച്ച് നിർത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾ അനിൽ അക്കരയാണ്, ശ്രീ അനിൽ അക്കര, കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ അനിൽ അക്കര. അദ്ദേഹം ഈ ഒരു തട്ടിപ്പിനെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തെ ഈ ഒരു സമയത്ത് ഓർക്കാതെ പോകാൻ വയ്യ. പിന്നെ ഒരുപാട് ആളുകളുണ്ട്. നസീർക്ക, പ്രവാസത്തിനിടയിലും ഇതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചിരുന്ന നസീർക്ക, ജോണിച്ചായൻ, പിന്നെ സനൂദ് ക, ജോ, വൈറൽ ബ്ലോഗ് വീഡിയോ ചെയ്യുന്ന ജോ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ, ക്രൈംബ്രാഞ്ചിലെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ, അതുകൂടാതെ കോമ്പറ്റന്റ് അതോറിറ്റിയുടെ തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥർ, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ KN സിനി മാഡം, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ പേരുകൾ ഓർക്കാതെ പോകാൻ വയ്യ. അതുപോലെ ഈ ഇത്രയും ഒരു നാഴികക്കല്ലായ ഒരു വിധി എഴുതിയ രതീഷ് കുമാർ സാറും, വിനീതനായ ഞാനും ഇതിൽ ഈ ഒരു തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നതിലും ഈ ഒരു തട്ടിപ്പുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിലും ഭാഗമായിട്ടുണ്ട്. എന്തായാലും അതിലും എനിക്ക് വളരെയധികം ആത്മസംതൃപ്തി ഉണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് വീണ്ടും പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ പൈസ പിരിച്ചു കൊടുത്തിട്ട് ഈ തട്ടിപ്പുകാർക്ക് ഗവൺമെൻറ് ഇതിൽ പൈസ നഷ്ടപ്പെട്ട് പരാതിയുള്ള നിക്ഷേപകർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തരുത് എന്നാണ് എനിക്ക് വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി പ്രിയപ്പെട്ടവരെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.